ശബരിമലയിൽ കാണുന്ന ചില വ്യത്യസ്തങ്ങളായ ഉപദേവാലയങ്ങളെ പറ്റിയാണ് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം, പലയിടത്തും കാണാത്ത ചില മൂർത്തി സങ്കല്പങ്ങൾ ശബരിമലയിൽ കാണാം. ഈ കൊച്ചുകടുത്ത, വലിയ കടുത്ത, കറുപ്പസ്വാമി, കറുപ്പായമ്മ എന്നൊക്കെ പറഞ്ഞ് ചില ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് ചില ഗ്രാമപ്രദേശങ്ങളിൽ ഇതിലെ ചില ഭേദങ്ങൾ കാണാം. പക്ഷേ സ്വതവേ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് വളരെ അപൂർവമായിട്ടുള്ള ചില സങ്കല്പങ്ങളാണ്. അത് നമുക്ക് സന്നിധാനത്ത് മാളികപ്പുറത്തുമൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും. ഇവരെ പറ്റിയും വളരെ ലഘുവായിട്ടൊന്ന് പറയണമെന്ന് ഉദ്ദേശിക്കുന്നു. ഈ കൊച്ചുകടുത്ത ശരിക്കും അയ്യപ്പസ്വാമിയുടെ ഒരു വിളക്ക് കത്തിക്കാൻ നിയോഗിച്ച ഒരു ഭൂതഗണമാണ്. എല്ലാ ദേവന്മാർക്കും കോടിക്കണക്കിന് ഭൂതഗണങ്ങളുണ്ട്. അയ്യപ്പസ്വാമിക്കും അതുപോലെ തന്നെ കോടിക്കണക്കിന് ഭൂതഗണങ്ങളുണ്ട്. പിന്നെ ഒരു ചരിത്രപരമായിട്ട് നോക്കുമ്പോഴും ഈ യുദ്ധത്തിലുമൊക്കെ കാട്ടിൽ നിന്നുമൊക്കെ പല പല ആൾക്കാർ അയ്യപ്പസ്വാമിയെ സഹായിക്കാനും മറ്റുമായിട്ടും ഒക്കെ വന്ന ഒരു കഥ നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അങ്ങനെയും പല ഭൂതഗണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിൽ പ്രധാനപ്പെട്ടതാണ് ഈ കൊച്ചുകടുത്ത എന്ന് പറയുന്നത്. കൊച്ചുകടുത്ത അയ്യപ്പസ്വാമിയോട് കൂടെ സഞ്ചരിച്ചിരുന്ന ഒരാളും ഒടുവിൽ കാലുകളൊക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ തുടർന്നും അദ്ദേഹം സന്നിധാനത്തിൽ തന്നെ ജീവിക്കുകയാണ് ഉണ്ടായത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത് ആ ക്ഷേത്ര സങ്കേതത്തിൽ വിളക്ക് കത്തിക്കുക എന്നുള്ള ഒരു ചുമതലയായിരുന്നു. പിന്നെ കറുപ്പസ്വാമിയും കറുപ്പായമ്മയൊക്കെ ഈ കാട്ടിൽ നിന്ന് വന്നവരാണ്. അയ്യപ്പസ്വാമി പല ഘട്ടങ്ങളിലായിട്ട് യുദ്ധത്തിനും അല്ലെങ്കിൽ ഈ ക്ഷേത്ര പുനരുദ്ധാരണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലായിട്ട് സഹായിക്കുവാൻ വന്ന ഈ കാട്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ഇപ്പോൾ ഈ 18-ാം പടിയുടെ താഴെ ഒരു സംരക്ഷകരായിട്ട്, അയ്യപ്പസ്വാമി ശരിക്കൊരു അദ്ദേഹം ഒരു യോഗീശ്വരനാണെങ്കിൽ ഒരു രാജാവ് എന്നുള്ള നിലയിലാണ്, അതൊരു കൊട്ടാരവുമായിട്ടാണ് കാണുന്നതും. അപ്പോൾ ആ ഒരു കൊട്ടാരത്തിൻ്റെ ഒരു സംരക്ഷണാർത്ഥമാണ് ഇപ്പോൾ അവർ ആ 18-ാം പടിക്ക് മുൻപ് സ്ഥിതി ചെയ്യുന്നതും. പിന്നെ വലിയ കടുത്തയും 18-ാം പടിക്ക് മുൻപിൽ തന്നെ കാണാം. ഒരു സെക്യൂരിറ്റി എന്ന നില, സെക്യൂരിറ്റി എന്നൊക്കെ പറയാം. അന്നത്തെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അയ്യപ്പസ്വാമിയുടെ ഒരു ഭടൻ അല്ലെങ്കിൽ ഒരു ഭൂതഗണമായിട്ടൊരു പ്രധാന ആളായിട്ട് നിന്നൊരാളാണ്. ഇവരൊക്കെ ശരിക്ക് അനവധി ഭൂതഗണങ്ങളുണ്ടെങ്കിലും ഇവരിലൊക്കെ ഒരു ഭക്തിയുടെ ഒരു പരമമായ അവസ്ഥയിലെത്തി ഒരു യോഗീശ്വര ഭാവം തന്നെ ഇവരിൽ വന്നു. കാരണം ആ അയ്യപ്പസ്വാമിയോടുള്ള ഒരു ഭക്തിയും ശാസ്താവിനോടുള്ളൊരു ഉപാസനയും തപസ്സും ഒക്കെ കാരണം ഇവർ ഒരു സാധാരണ നിലയിൽ നിന്ന് കുറച്ചുകൂടി ഒരു ഈശ്വരീയത കൈവന്ന് മറ്റൊരവസ്ഥയിലേക്ക് പോയി. അതാണൊരു പിൽക്കാലത്തൊരു പ്രതിഷ്ഠാരൂപമായിട്ട് തന്നെ ശബരിമലയിൽ വരാൻ കാരണം. ഇന്നും പിന്നെ അവരുടെ ആചരണങ്ങളും ഒക്കെ സാധാരണ ഒരു ക്ഷേത്രത്തിൽ കാണുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള നിവേദ്യങ്ങളാണ്. എന്നിരുന്നാലും അവിടെ താന്ത്രികമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് വിശേഷമായിട്ട് അല്ലെങ്കിൽ ഒരു പുനഃപ്രതിഷ്ഠ പോലുള്ള കാര്യങ്ങൾ, നവീകരണങ്ങളോ കലശങ്ങളോ ഒക്കെ വരുന്ന സമയത്ത് തന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഉണ്ടാവാറുള്ളതും. എന്നിരുന്നാലും ആചരണങ്ങളിൽ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. കാരണം ഒരു ശുദ്ധ സാത്വികമായിട്ടുള്ളൊരു ദേവതാസങ്കല്പമല്ല, മറിച്ച് ഒരു സാധാരണ മനുഷ്യരിൽ നിന്ന് പരിണമിച്ച ഒരു ദേവതയാകുകയും എന്നാൽ ഒരു സാത്വികമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് വന്നവരല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചില അംശങ്ങളുള്ളത് കൊണ്ടാവാം ഒരു പൂർണ്ണമായിട്ടൊരു ദേവതാ ചൈതന്യത്തിൽ നിന്നും കുറച്ചൊരു വ്യത്യസ്തമായിരുന്ന ഒരു സങ്കല്പങ്ങളാണ് ഇവരൊക്കെ. മാളികപ്പുറത്ത് പോയാലും മലദൈവങ്ങളെ കാണാം. അത് ഈ ചുറ്റുമുള്ള മലപ്രദേശങ്ങളിലെ ചില ദേവതാസങ്കല്പങ്ങളെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും പല ദേശത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ തെയ്യം പോലുള്ള വീരാരാധന എന്ന ഒരു പദ്ധതിയിൽപ്പെട്ടതാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലുള്ള ഒരു താന്ത്രിക വിധി ആയിരിക്കില്ല ഇവിടെ, എങ്കിലും കുറച്ചൊരു വ്യത്യസ്തതയാർന്നിട്ടുള്ള സമ്പ്രദായങ്ങളാണ്. ഇത് പല ദേശത്തും നമുക്കിത് കാണാൻ സാധിക്കും. പക്ഷേ പല വിഭാഗത്തിലുള്ള ആൾക്കാരും അവരുടേതായ സമ്പ്രദായങ്ങളിൽ ആരാധിച്ചു വരുന്ന മൂർത്തികളാണ്. അതുതന്നെയാണ് ശബരിമലയിലും. പിന്നെ ശബരിമലയിലെ ഇതിൻ്റെ ഒരു ചരിത്രവും ഐതിഹ്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില മൂർത്തി ഭാവങ്ങൾ ശബരിമലയിൽ മാത്രം കാണുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ മലദൈവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതാണ് മുൻപേ പറഞ്ഞ പോലെ മാളികപ്പുറത്തും മലദൈവങ്ങൾക്ക് പ്രത്യേക ഒരു പ്രതിഷ്ഠയും പീഠമൊക്കെ ഉണ്ട്. പടിപൂജയിലും അത് തന്നെയാണ്. അത് ഗിരിദേവതാ പൂജ എന്ന് തന്നെയാണ് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നതും.
ഇന്നതത്ര പ്രയോഗത്തിൽ വരുന്നില്ല എങ്കിലും. അതിലും ഈ 18 മലകളിലെ ദേവതാസങ്കല്പങ്ങളെയാണ് പൂജിക്കുന്നത്. ഈ ചുറ്റുമുള്ള 18 മലകളിലെ ദേവതകളാണ് ശബരിമലയെ സംരക്ഷിക്കുന്നത്. ആ ഒരു ഓറയിൽ ആണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പല സമ്പ്രദായത്തിലുള്ള പല വിഭാഗക്കാരുടെ മൂർത്തികളെയും ശബരിമലയിൽ കാണാം. ഇതിൻ്റെ എല്ലാം ഒരു സമ്മിശ്രണമാണ് ശബരിമല. ഇവരുടെയൊക്കെ ഒരു നാഥനാണ് ശ്രീധർമ്മശാസ്താവ്. അപ്പോൾ ആ ഒരു വൈശിഷ്ട്യം ശബരിമലയിൽ ഒരു പക്ഷേ പലയിടത്തും ഇല്ലാത്ത ആ ഒരു പ്രത്യേകത ശബരിമലയിൽ കണ്ടേക്കാം.